നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. ദേശീയ വരുമാനം അഥവാ നാഷണൽ ഇൻകം. നമ്മളൊക്കെ എപ്പോഴും വാർത്തകളിലും മറ്റും രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയെക്കുറിച്ചൊക്കെ കേൾക്കാറുണ്ടല്ലോ. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു രാജ്യം അവരുടെ സമ്പത്ത് എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? യാതൊരുവിധ സങ്കീർണതകളുമില്ലാതെ വളരെ ലളിതമായി നമുക്കിന്ന് ആ കണക്കുകൾക്ക് പിന്നിലെ കാര്യങ്ങൾ മനസ്സിലാക്കാം. ശരി, നമുക്കിതിലേക്ക് കടക്കാം. യഥാർത്ഥത്തിൽ ഒരു രാജ്യത്തിന്റെ വിജയം നമ്മൾ എങ്ങനെയാണ് അളക്കുന്നത്? വെറുതെ ഒരു തോന്നലിന്റെ പുറത്ത് നമ്മുടെ രാജ്യം സാമ്പത്തികമായി വലിയ കുതിപ്പിലാണല്ലോ എന്ന് പറഞ്ഞാൽ പോരല്ലോ അല്ലേ? വെറും ഊഹങ്ങളല്ല നമുക്കിവിടെ വേണ്ടത്. അതിന് കൃത്യമായൊരു സ്കോർ വേണം. സ്കൂളിലൊക്കെ കുട്ടികൾക്ക് കിട്ടുന്ന പോലൊരു പ്രോഗ്രസ് കാർഡ്. അതാണ് നമ്മളിവിടെ അന്വേഷിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. ആദ്യം സമ്പദ്വ്യവസ്ഥയുടെ ഈ റിപ്പോർട്ട് കാർഡ് എന്താണെന്ന് നോക്കാം. പിന്നെ ഇത് കണക്കാക്കുന്നതിനുള്ള 3 ഗണിതശാസ്ത്ര രീതികൾ. മൂന്നാമതായി, എന്തിനാണ് ഇതൊക്കെ നമ്മൾ അറിയുന്നതെന്നതിന്റെ പ്രാധാന്യം. അവസാനമായി, ഈ കണക്കുകൂട്ടലുകളിൽ എവിടെയൊക്കെയാണ് പിഴവുകൾ സംഭവിക്കാൻ സാധ്യതയുള്ളതെന്നും പരിശോധിക്കാം. ഒന്നാമത്തെ ഭാഗം, ദി എക്കോണമീസ് റിപ്പോർട്ട് കാർഡ്. സ്കൂളിലെ വർഷാവസാനം ഒരു വിദ്യാർത്ഥിയുടെ മാർക്ക് ലിസ്റ്റ് വരുന്നതുപോലെ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക പ്രകടനം എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തുക എന്ന് നോക്കാം. എന്താണ് ദേശീയ വരുമാനം? ലളിതമായി പറഞ്ഞാൽ, ഒരു വർഷം ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൊത്തം പണമൂല്യമാണിത്. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട് കേട്ടോ. മൊത്തം പണമൂല്യം, അതുപോലെ അന്തിമ സാധനങ്ങളും സേവനങ്ങളും. ഈ കൃത്യമായ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ സ്കോർ കാർഡ് നിലനിൽക്കുന്നത്. രണ്ടാമത്തെ ഭാഗം, ഇത് അളക്കാനുള്ള 3 വഴികൾ. ഇപ്പോൾ ഇതിലെ ഏറ്റവും കൗതുകകരമായ കാര്യമെന്തെന്നാൽ, ഒരേ സാമ്പത്തിക ഫലത്തിൽ എത്തിച്ചേരാൻ സാമ്പത്തിക ശാസ്ത്രജ്ഞർക്ക് 3 വ്യത്യസ്ത വഴികളുണ്ട് എന്നതാണ്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ് ആ 3 പ്രധാന രീതികൾ? പ്രോഡക്റ്റ് മെത്തേഡ് അഥവാ മൂല്യവർദ്ധിത രീതി, പിന്നെ ഇൻകം മെത്തേഡ്, അവസാനമായി എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞന്റെ ടൂൾ ബോക്സിലെ 3 വ്യത്യസ്ത ആയുധങ്ങളാണ് ഇവയെന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയുടെ അടിസ്ഥാനം. ഇതിൽ ആദ്യത്തെ രീതിയായ പ്രൊഡക്റ്റ് മെത്തേഡ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. വളരെ ലളിതമായ 3 ഘട്ടങ്ങളാണിതിനുള്ളത്. ആദ്യം നമ്മൾ ഉൽപ്പാദിപ്പിച്ച ഔട്ട്പുട്ടിന്റെ മൂല്യം കണക്കാക്കുന്നു. അതിനുശേഷം അതിൽ നിന്നും ഇടക്കാല ഉപഭോഗം, അതായത് ചിലവായത്, കുറയ്ക്കുന്നു. ഏറ്റവും ഒടുവിൽ എല്ലാ മേഖലകളിൽ നിന്നുമുള്ള മൂല്യവർദ്ധനവ് കൂട്ടിച്ചേർക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ എന്തുണ്ടാക്കി, അതിനായി നമ്മൾ എന്ത് ചിലവാക്കിയെന്ന് കൃത്യമായി കണ്ടെത്തുന്നു. ഇതിന്റെ ഏറ്റവും ലളിതമായ ഫോർമുല ഒന്ന് നോക്കൂ. വാല്യൂ ആഡഡ് സമം വാല്യൂ ഓഫ് ഔട്ട്പുട്ട് മൈനസ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ. പേടിപ്പിക്കുന്ന പേരുകളാണെന്ന് കരുതേണ്ട. ഒരു അന്തിമ ഉൽപ്പന്നം എടുക്കുന്നു, അത് നിർമ്മിക്കാൻ വഴിയെ ഉപയോഗിച്ച അസംസ്കൃത വസ്തുക്കളുടെ മൂല്യം അതിൽ നിന്നും കുറയ്ക്കുന്നു. അത്രയുള്ളൂ. കേൾക്കുമ്പോൾ വളരെ ലളിതമാണല്ലേ? എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പുണ്ട്. ഡബിൾ കൗണ്ടിംഗ്, അതായത് ഒരേ കാര്യം 2 തവണ എണ്ണുന്നത് കർശനമായി ഒഴിവാക്കണം. ഉദാഹരണത്തിന്, നിങ്ങളൊരു കാർ നിർമ്മിക്കുകയാണെന്ന് കരുതുക. കാറിനു വേണ്ടി വാങ്ങിയ ടയറുകളുടെ മൂല്യം ആദ്യം കൂട്ടുകയും പിന്നീട് കാർ മുഴുവനായി വിൽക്കുമ്പോൾ വീണ്ടും ആ ടയറുകളുടെ മൂല്യം കാറിന്റെ വിലയോടൊപ്പം ഉൾപ്പെടുത്തുകയും ചെയ്താൽ എന്താകും അവസ്ഥ? കണക്കുകൾ മൊത്തം തെറ്റും. ഇനി നമുക്ക് രണ്ടാമത്തെ രീതിയായ ഇൻകം മെത്തഡിലേക്ക് വരാം. ദേശീയ വരുമാനത്തിലെ ഓരോ രൂപയും എങ്ങനെയാണ് പ്രധാനമായും 4 ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്കിവിടെ കാണാം. വേതനം, വാടക, പലിശ, പിന്നെ ലാഭം. രാജ്യത്തെ ഉൽപ്പാദന ഘടകങ്ങൾക്ക് ലഭിക്കുന്ന ഈ വരുമാനങ്ങളെല്ലാം കൂടിച്ചേരുമ്പോഴാണ് ഈ രീതിയിൽ നമ്മൾ ദേശീയ വരുമാനം കണ്ടെത്തുന്നത്. പക്ഷേ ഈ രീതിയിലും ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ഒഴിവാക്കേണ്ടതുണ്ട്. പെൻഷൻ പോലെയുള്ള ട്രാൻസ്ഫർ പേയ്മെന്റുകളും അതുപോലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനവും ഇതിൽ ഉൾപ്പെടുത്താൻ പാടില്ല. ഒന്നാലോചിച്ചു നോക്കൂ. അധോലോക നായകന്മാരുടെ കോടിക്കണക്കിന് രൂപയുടെ സമാന്തര സമ്പദ്വ്യവസ്ഥയൊന്നും സർക്കാരിന്റെ ഔദ്യോഗിക സ്പ്രെഡ്ഷീറ്റുകളിൽ ഒരിക്കലും ഇടം പിടിക്കില്ല എന്ന് ചുരുക്കം. മൂന്നാമത്തെ രീതിയാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് അഥവാ ചെലവ് രീതി. ഇതൊരു വലിയ യാഥാർത്ഥ്യം വളരെ മനോഹരമായി കാണിച്ചു തരുന്നുണ്ട്. ഒരാളുടെ ചെലവ് എന്നത് എപ്പോഴും മറ്റൊരാളുടെ വരുമാനമാണ് എന്നതാണത്. ഇതിന്റെ ഏറ്റവും പ്രശസ്തമായ ഫോർമുലയാണ് GDP സമം C+I+G+(X-M). ഈ അക്ഷരങ്ങളൊക്കെ നമ്മുടെ ദൈനംദിന ജീവിതവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നല്ലേ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്? സി എന്നത് നമ്മൾ രാവിലെ ഒരു കോഫി വാങ്ങുന്നത് പോലെയുള്ള ഉപഭോഗമാണ്. ഐ എന്ന് പറഞ്ഞാൽ നിക്ഷേപങ്ങൾ. ഇനി ജി എന്നത്
സർക്കാർ ഒരു പുതിയ പാലം പണിയുന്നത് പോലെയുള്ള ചിലവുകളാണ്. അപ്പോൾ ബ്രാക്കറ്റിലുള്ള X-MO അത് നമ്മൾ രാജ്യത്തിന് പുറത്തേക്ക് കയറ്റുമതി ചെയ്യുന്നതും ഉള്ളിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ്. വളരെ ലളിതം. മൂന്നാമത്തെ ഭാഗം എന്തുകൊണ്ട് ദേശീയ വരുമാനം പ്രധാനമാകുന്നു. വലിയ വലിയ ഗണിതശാസ്ത്ര കണക്കുകളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്ന് ചിന്തിക്കാം. ഈ കാണുന്ന നമ്പറുകൾ എങ്ങനെയാണ് നിങ്ങളുടെയും എന്റെയും ദൈനംദിന ജീവിതത്തെ യഥാർത്ഥത്തിൽ സ്വാധീനിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സാമ്പത്തിക വളർച്ച അളക്കാനും രാജ്യത്തിന്റെ ഭാവി പദ്ധതികൾ തയ്യാറാക്കാനും നമ്മുടെയൊക്കെ ജീവിത നിലവാരം മനസ്സിലാക്കാനും ഈ നമ്പറുകൾ അത്യാവശ്യമാണ്. സത്യം പറഞ്ഞാൽ ഈ കണക്കുകളില്ലെങ്കിൽ സർക്കാരുകൾക്ക് പുതിയ നയങ്ങൾ രൂപീകരിക്കാനോ ലോകത്തിലെ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാനോ ഒരിക്കലും സാധ്യമില്ല. നമുക്ക് മുന്നോട്ടു പോകാം. കാര്യങ്ങൾ എങ്ങനെ വികസിക്കുന്നു എന്ന് നോക്കാം. നാലാമത്തെ ഭാഗം ദ മെഷർമെന്റ് ബ്ലൈൻഡ് സ്പോട്ട്സ്. നമ്മൾ ഇതുവരെ പഠിച്ചതും ഏറ്റവും മികച്ചതെന്ന് വിശ്വസിക്കുന്നതുമായ ഈ സംവിധാനം അത്രത്തോളം കൃത്യമാണോ? ഇതിന് എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ചാലോ? സാമ്പത്തിക വളർച്ച കൃത്യമായി അളക്കുക എന്നതാണ് ദേശീയ വരുമാനത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് നമ്മൾ കണ്ടു. എന്നാൽ പണമായി കണക്കാക്കാത്ത മേഖലകളെ ഇത് പൂർണ്ണമായും അവഗണിക്കുന്നു എന്നത് ഇതിന്റെ വളരെ വലിയൊരു പരിമിതിയാണ്. അതായത് പണത്തിനു പകരമല്ലാത്ത എന്നാൽ വളരെയധികം മൂല്യമുള്ള മനുഷ്യന്റെ പല അധ്വാനങ്ങളും ഈ ഔദ്യോഗിക കണക്കുകളിൽ ഒരിടത്തും ഉൾപ്പെടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതൊരു പോരായ്മ തന്നെയല്ലേ? ഇതിലെ പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ ഡബിൾ കൗണ്ടിംഗ് ഒരു പ്രശ്നമാണ്. പിന്നെ പണമായി കണക്കാക്കാത്ത സേവനങ്ങൾ, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ, കൂടാതെ പലപ്പോഴും കൃത്യമായ ഡേറ്റ ലഭ്യമല്ലാത്ത അവസ്ഥ. ചുരുക്കത്തിൽ ഈ വിശ്വസനീയമല്ലാത്ത ഡേറ്റയും പ്രതിഫലം ലഭിക്കാത്ത അധ്വാനവും ഒക്കെ കാരണം ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക റിപ്പോർട്ട് കാർഡ് എപ്പോഴും അല്പം അപൂർണമായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തോടെ നമുക്ക് ഇന്നത്തെ ഈ വിശകലനം അവസാനിപ്പിക്കാം. പണമായി കണക്കാക്കാത്ത മേഖലകളും അധോലോക വിപണികളും പോലെയുള്ള വലിയ വലിയ കാര്യങ്ങൾ നമ്മുടെ ഡേറ്റയിൽ നിന്നും നഷ്ടപ്പെടുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിന്റെ ശരിയായ സമ്പത്താണോ അളക്കുന്നത്? ഈ ഒരു ചിന്ത ഞാൻ നിങ്ങൾക്ക് തന്നെ വിട്ടുതരുകയാണ്. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഈ സങ്കീർണമായ വിഷയം നിങ്ങൾക്ക് ലളിതമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. നന്ദി.